റംസാൻ മോട്ടോഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫോർഡിന്റെ എൻഡോവർ ആണ് കേട്ടോ. അപ്പം എല്ലാവരും കരുതും സാധാ എൻഡോവർ, പേരിന് ചിലപ്പോൾ അതന്നെ ഇക്കാരം, പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ ഈ വണ്ടിയിൽ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയൊക്കെയാണ്, എത്ര എക്സ്പെൻസ് വന്നിട്ടുണ്ട്, എവിടെ നിന്നാണ് ചെയ്തത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് വഴിയെ പരിചയപ്പെടാം. പോവല്ലേ? അപ്പോൾ അതാണ് നമ്മുടെ ഫോർഡിന്റെ എക്സ്റ്റീരിയർ ഭാഗം കേട്ടോ. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ റാപ്റ്ററിനെ കിറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് മോഡിഫൈ ചെയ്ത ഒരു വണ്ടി തന്നെയാണ് കേട്ടോ നമ്മുടെ എൻഡോവർ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ റാപ്റ്റർ എന്ന് വേണമെങ്കിൽ റാപ്റ്റർ എന്ന് നിങ്ങൾക്ക് പറയാം. ഇതിൽ ഏത് വിളിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത് താഴെ കമന്റ് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയിൽ ഏകദേശം 5.5 ലക്ഷം രൂപയുടെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആണ് നമ്മൾ ഇതിൽ ചെയ്ത്. ഏകദേശം വണ്ടിയുടെ ഫ്രണ്ട് പോർഷൻ തന്നെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ബോണറ്റ് മാറിയിട്ടുണ്ട്, സൈഡിൽ 2 ക്വാർട്ടർ പാനൽ, ബമ്പർ, അതുപോലെ തന്നെ ഗ്രില്ല് എല്ലാം മാറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യത്തിൽ ചെയ്തത് കേട്ടോ. അതുപോലെ തന്നെ വണ്ടിയുടെ ടൈൽ ലാമ്പാണ് ഈ റാപ്റ്ററിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ടൈൽ ലാമ്പാണ് ഇതിൽ ആഡ് ചെയ്തത് കേട്ടോ. നമ്മുടെ വണ്ടിയുടെ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് നമ്മുടെ വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ കാണുന്നത്. അതേപോലെ തന്നെ ഈ 20 ഇഞ്ചിന്റെ അലോയാണ് ഇതിൽ ആഡ് ചെയ്തത്. ഈ അലോയ്ക്ക് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടോ ഈ സാധനം കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വണ്ടിയിൽ ഫുഡ് റെസ്റ്റ് ആഡഡ് ആണ്. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ ഏകദേശം നമ്മൾ ഈ ഒരു കിറ്റ് നമ്മളിവിടെ അഡീഷണൽ ചെയ്താണ് കേട്ടോ. നമ്മുടെ വണ്ടിയുടെ ബാക്ക് പ്രൊഫൈലാണ് ഈ കാണുന്നത് കേട്ടോ. കമ്പനി ടൈൽ ലാമ്പ് മാറ്റിയിട്ട് നമ്മൾ അഡീഷണൽ ആഡ് ചെയ്ത LED ടൈൽ ലാമ്പാണ് കേട്ടോ അത്. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ മറ്റൊരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ബൂട്ട് സ്പേസ് കിട്ടുന്ന ഒരു വണ്ടി തന്നെയാണ് നമുക്ക് ഫോർഡ് എൻഡോവർ. അതിൽ ഇലക്ട്രിക്കൽ സീറ്റ് ഫോൾഡ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് കേട്ടോ ഇവിടെ. ഇതാ അത്യാവശ്യം നല്ല രീതിയിൽ ബൂട്ട് സ്പേസ് നമുക്ക് ഇതുപോലെ തന്നെ കിട്ടാൻ പോകുന്നുണ്ട്. ജസ്റ്റ് ഇതിൽ തന്നെ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴയതുപോലെ തന്നെ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതാണ് നമ്മുടെ എൻഡോവറിന്റെ ഔട്ട്സൈഡ് പ്രൊഫൈൽ കേട്ടോ. ഇനി ഇൻസൈഡിൽ വരുന്ന ഓരോ ഫീച്ചേഴ്സ് എങ്ങനെയാണെന്നുള്ളതും ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കൂടുതൽ പരിചയപ്പെടുത്തി തരാം. നമുക്ക് ജസ്റ്റ് അകത്തോട്ടൊന്ന് പോവാം. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇന്റീരിയർ ഭാഗം കേട്ടോ. ഏകദേശം നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ സ്റ്റിയറിംഗ് കൺട്രോളും കാര്യങ്ങളാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഡാഷ്ബോർഡ് ലെതർ ടൈപ്പ് ഡാഷ്ബോർഡും കാര്യങ്ങളും നല്ല അടിപൊളി സ്റ്റിച്ചും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ആണ് നമ്മുടെ വണ്ടി തന്നെ. ഓട്ടോമാറ്റിക് 4 വീൽ ഡ്രൈവ് ഓട്ടോ പാർക്ക് വരുന്ന വണ്ടിയാണത്. അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു കപ്പ് ഹോൾഡർ, നമുക്ക് കോഫിയോ അല്ലെങ്കിൽ ചെറിയ വാട്ടർ ബോട്ടിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കപ്പ് ഹോൾഡർ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും ഉണ്ട്. ഹാൻഡ് റെസ്റ്റിൽ ഇവിടെയും വരുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു സ്പേസ് കേട്ടോ. അപ്പൊ ഇതിൽ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് റൂഫും കാര്യങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ ഇതാ നല്ല അടിപൊളി ബ്ലാക്ക് റൂഫും പാനോരമിക് സൺ റൂഫും വണ്ടിയിൽ അവൈലബിൾ ആണ് കേട്ടോ. നല്ല അടിപൊളി സൺറൂഫും കാര്യങ്ങളും തന്നെയാണ് വണ്ടിയിലുള്ളത്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ബാക്ക് പ്രൊഫൈൽ കേട്ടോ. ഇവിടെ ചെറിയൊരു സ്പീക്കറും കാര്യങ്ങളുണ്ട്. ഇവിടെ തന്നെ ലോക്കാണ് ബട്ടണും കാര്യങ്ങളും. AC വെന്റ് കാര്യങ്ങളൊക്കെ റൂഫിലാണ് വരുന്നത്. അതുപോലെ തന്നെ നല്ലൊരു ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ. സുന്ദരമായിട്ടിരിക്കട്ടെ അതില്. അതുപോലെ തന്നെ AC അഡ്ജസ്റ്റ്മെന്റ്, കൂളിംഗ്, കുറക്കൽ കാര്യങ്ങളൊക്കെ അതാ ഇവിടെയാണ് വരുന്നത് കേട്ടോ. വണ്ടിയുടെ താഴെ ഭാഗത്ത് ഇത് ചാർജിങ് പോർട്ടാണ് വരുന്നത്. നമുക്ക് പേഴ്സ് അതുപോലെ തന്നെ ഫോൺ എന്തെങ്കിലും ഇടാൻ പറ്റിയ നല്ലൊരു കവറും സീറ്റ് കവറിന്റെ ബാക്കിൽ അത്യാവശ്യം വരുന്നുണ്ട്. അപ്പൊ ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മള് വണ്ടി ഓടിച്ചു നോക്കാം കേട്ടോ. അപ്പൊ ഏകദേശം നല്ല ഡ്രൈവിംഗ് കംഫർട്ടാണ് വണ്ടി കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാല് പിടിച്ച് കയറി പോകണേ, ഒന്നും പറയല്ല. അത്രത്തോളം ഒരു എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഒരു വണ്ടിന്റെ ഡ്രൈവിംഗ് സീറ്റ് കിട്ടിയ ഒരാൾ പിന്നെ അത് കൈമാറാൻ മടിക്കട്ടോ. അത്രത്തോളം കംഫർട്ടുമാണ്. അതുപോലെ തന്നെ ഓടിക്കാൻ അത്രത്തോളം ക്രൈസാണ് ഈ ഒരു വണ്ടി കേട്ടോ. നമ്മളിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളെ കിറ്റ് കയറ്റിയതിനു ശേഷം ഈ വണ്ടി റൂട്ട് കൂടെ പോകുമ്പോൾ എല്ലാവരും നോക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വണ്ടിയുടെ സേഫ്റ്റി, ഫോർഡിന്റെ സേഫ്റ്റിയും ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് വരുന്നത്. സേഫ്റ്റിയിൽ നമ്മൾ ഫോർഡ് അത്യാവശ്യം കമ്മിയൊന്നുമല്ല. ഇതിൽ ഏകദേശം 6 എയർ ബാഗോളം വരുന്നുണ്ട് കേട്ടോ ഈ വണ്ടിക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ എൻഡോവറിന്റെ വീഡിയോസ് ഇട്ടൊന്ന്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ റംസാൻ മോട്ടോഴ്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റും ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ താഴെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തോളൂ. ഒരു അടിപൊളി ഗിവ് അവേ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഷോറൂമിന്റെ ലൊക്കേഷൻ കിടക്കുന്നത് വണ്ടൂർ നടുവത്താണ്. അപ്പൊ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.